നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂരിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെയും പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയുടെയും ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 2.5 കോടി രൂപയാണ് ഈ ഹോസ്റ്റലിന് വേണ്ടി വിനിയോഗിക്കുന്നത്. വളരെ നല്ല ഒരു കെട്ടിടം പണിയാൻ വേണ്ടി സാധിക്കും. 1.5 കോടി കേന്ദ്ര ഗവൺമെന്റ് വരും, 1 കോടി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നതായിരിക്കും. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ താമസിക്കുന്നത് കൊണ്ട് പരിപാലനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രീതിയിൽ ഈ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കട്ടെ എന്നും അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കട്ടെ എന്നും അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രക്രിയ തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരളത്തിൽ ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്വാഗതം ആശംസിച്ചു. അല്ലെങ്കിൽ അവസരം കിട്ടി എന്നത് വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ അവസരത്തിൽ കൊടുക്കുന്നത്. ഇതിന്റെ നമുക്കറിയാം, ഈ പൈസയിൽ 60% നമ്മുടെ കേന്ദ്ര ആവിഷ്കൃത ഫണ്ടും ബാക്കി 40% നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ചേർത്തുകൊണ്ടാണ് നമുക്കിവിടെ ഈ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കിട്ടിയതും നമ്മൾ തുടർന്ന് പോവുകയും ചെയ്യുന്നത്. ഇതിനോടൊപ്പം മുഖ്യാതിഥിയായി NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തു. സാധ്യമാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേന്ദ്ര മന്ത്രി കൂടിയായ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിൽ കേരളം ഉറ്റുനോക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹത്തെയും വളരെ ചടങ്ങുകളോടുകൂടി മുന്നിട്ടിടുന്ന പല പദ്ധതികളും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന ന്യൂനക്ഷേമ വകുപ്പിന്റെയും കായിക വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവരുടെയും രണ്ടുപേരെയും അതോടൊപ്പം തന്നെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM റാഫി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S തങ്കമണി, വിളയിൽ കുഞ്ഞുമോൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. എന്നാൽ CPI നേതൃത്വം പരിപാടികളിൽ നിന്നും വിട്ടുനിന്നു. ഉദ്ഘാടന പരിപാടികൾ അതീവ രഹസ്യമായി നടത്തിയെന്ന് BJP ആരോപിച്ചു. ഇടമുളയ്ക്കൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങ് അതീവ രഹസ്യമാക്കി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആയൂരിൽ വ്യാപകമായി BJP പോസ്റ്റർ പ്രചരണവും നടത്തി. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ.